മാസ്റ്റർ ക്ലാസ്സും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ 1970 സർ മൈക്കിൾ കെയിൻ്റെ മാസ്റ്റർ ക്ലാസ് മുതൽ ഇപ്പോൾ ഉള്ള മാസ്റ്റർ ക്ലാസ് ആപ്പിനകത്തുള്ള അങ്ങനെയുള്ള എല്ലാ മാസ്റ്റർ ക്ലാസ്സും ഒക്കെ കണ്ട് അങ്ങനെ നമുക്ക് പഠിക്കാവുന്ന രീതിയിലൊക്കെ പഠിച്ചു. പക്ഷേ ഈ കഥാപാത്രത്തിൽ ഈ 3 കഥാപാത്രങ്ങൾ ഒരു സിനിമയിൽ ചെയ്യേണ്ടത് കാരണം കൊണ്ട് എനിക്കൊരു പടി കൂടെ കടന്ന് പ്രിപ്പയർ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു ആക്ടിങ് കോച്ചുമായിട്ട് നമ്മൾ ഒരുമിച്ചിരുന്നത്. എനിക്കത് ഭയങ്കര ലൈഫ് ചേഞ്ചിങ് ആയിരുന്നു. നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ശരീരം നോക്കണം. അപ്പോൾ അതിന് എനിക്ക് സ്വന്തമായിട്ട് കൂടെ എപ്പോഴും എൻ്റെ ഒരു ട്രെയിനറുണ്ട് കസ്റ്റമറായി. പക്ഷെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എൻ്റെ സിനിമയിൽ ഞാൻ ചെയ്യുന്ന എൻ്റെ ക്രാഫ്റ്റ് എന്ന് പറയുന്ന അഭിനയമാണ്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സിനിമയ്ക്കും മുമ്പ് പരമാവധി ഇങ്ങനെ ഒരു ആക്ടിംഗ് കോച്ചുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇത് അഭിനയം പഠിക്കുക എന്നുള്ളതിനേക്കാളപ്പുറം ആ കഥാപാത്രത്തിനെ കൂടുതൽ മനസ്സിലാക്കുകയും ആ കഥാപാത്രത്തിലെ ഈ അഭിനയത്തിന്റെ തിയറി അറിയാവുന്ന അതിന്റെ ഗ്രാമർ അറിയാവുന്ന ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കൂടുതൽ ചർച്ച ചെയ്ത് ഒരു കഥാപാത്രത്തിന് രൂപം ഉണ്ടാക്കി ആ രൂപം നമുക്കത് നമ്മൾ അങ്ങനെ നോട്ട്സ് ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ഒരു പ്രോസസ്സ് എല്ലാ സിനിമയ്ക്കും ഇപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പേഴ്സണലി കരുതുന്നത് എൻ്റെ തുടക്കമാണ്. എൻ്റെ ബെസ്റ്റ് ഈസ് യെറ്റ് ടു കം. അത് ഓരോ സിനിമയും കഴിയുന്ന സമയത്ത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന ആഗ്രഹമുണ്ട്. ഒരുപാട് സ്കോപ്പ് ഉണ്ട് ഇമ്പ്രൂവ്മെന്റിന് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം എനിക്ക് വളരെ വേണ്ടപ്പെട്ട, എനിക്ക് വിശ്വാസമുള്ള, എന്നെ വളർത്താനോ തളർത്താനോ പ്രത്യേകിച്ച് അതിന് രണ്ടിൻ്റെയും ആവശ്യമില്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എൻ്റെ ചേട്ടനായിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, എൻ്റെ ഭാര്യ ആയിക്കോട്ടെ, അവരോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട്. അതുപോലെ ഡിസ്കസ് ചെയ്യുന്ന ഒരാളാണ് സുരഭി. ഞങ്ങൾ ABCD പോലെയുള്ള പരിചയമുണ്ട്. ഞാൻ എപ്പോഴും ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് ഞാൻ ലുക്കിംഗ് അപ്പ് ടു എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ട് ആരാധനയോടെ നോക്കുന്ന ഒരാളാണ് സുരഭി. ഓരോ സിനിമകളും ഇപ്പൊ ഈ കുമാരിയൊക്കെ കണ്ടിട്ട് കുമാരിയിലെ കഥാപാത്രമൊക്കെ ചെയ്യാൻ വേറെ ആരെങ്കിലും എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ സിനിമകൾ കഴിയുന്ന സമയത്ത് സിനിമകൾ കണ്ടിട്ട് എന്നെ വിളിക്കും, ഞങ്ങൾ ഡിസ്കസ് ചെയ്യും ചില കാര്യങ്ങൾ. എനിക്കത് ഒരു വാലിഡേഷനാണ്. ഒരു നാഷണൽ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുള്ള ഒരു ആക്ട്രസ് എൻ്റെ അടുത്ത് ഞാൻ ചെയ്തത് നന്നായി എന്നൊക്കെ പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന വലിയൊരു സന്തോഷമുണ്ട്. അതുപോലെ ഞാൻ ചെയ്തത് എന്ത് നന്നാക്കാമായിരുന്നു, ഇതിനേക്കാൾ എന്തെങ്കിലും നന്നാക്കാവുന്നതുണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഡിസ്കസ് ചെയ്യാവുന്ന ഒരാളാണ്. എന്നെ വളർത്തേണ്ടയോ തളർത്തേണ്ടയോ ആവശ്യമില്ലാത്ത, ഞാൻ എന്നെക്കാളും വളരെ ഉയരത്തിൽ ഞാൻ എൻ്റെ മനസ്സിൽ പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. താങ്ക് യു സോ മച്ച്. ആടി ആടിയെ ആട്ടം വരും, പാടി പാടിയെ പാട്ട് വരും എന്നാണ്. അപ്പോൾ ഇദ്ദേഹം ആടി ആടി ആട്ടം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ അപ്പുറത്ത് ഒരു നല്ല നടനോ നടിയോ ഒക്കെ ആവണമെന്നുണ്ടെങ്കിൽ ആദ്യം ഒരു നല്ല മനുഷ്യനാവണം എന്നുള്ളതാണ് ബേസിക്. അപ്പോഴാണ് നമ്മളുടെ ഈഗോ കുറച്ചുകൊണ്ട് കഥാപാത്രത്തിന്റെ ഈഗോയിലേക്ക് നമുക്ക് കയറാൻ സാധിക്കുള്ളൂ. നേരെ മറിച്ച് നമ്മൾ വലിയ ആളാണ്, എല്ലാം എനിക്ക് അറിയാം എന്നുള്ളൊരു ഭാവത്തോട് കൂടിയാകുമ്പോൾ ക്യാരക്ടർ നമ്മളിലേക്ക് എടുക്കില്ല. വ്യക്തി, നടൻ, കഥാപാത്രം എന്നുള്ളതാണ്. അപ്പോൾ ഒരു നല്ല വ്യക്തിയാണ്, പിന്നെ ആ നടനിലേക്ക് പോകണം. ആ നടനും കഥാപാത്രവും തമ്മിൽ ഒരു പ്രണയബന്ധം ഉണ്ടാവുമ്പോഴാണ് നിങ്ങളിലേക്ക് അത് പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നടി ആവണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി മാത്രം യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. BA ഭരതനാട്യവും MA തിയേറ്ററും MPhil PhD ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ എനിക്ക് അതിനോടുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ അത് തന്നെയാണ് പഠിച്ചത്. അതിനെ കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുന്നത്. എപ്പോഴും നല്ലൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആവുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ഏത് പാത്രത്തിലേക്ക് ഒഴിക്കുമ്പോഴും അതിന്റെ ഫോമിലേക്ക് മാറാൻ പറ്റുന്ന അത്രയും ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം. അവിടെ നല്ല പാടാണ്. അങ്ങനെ ഒരു ലക്ഷ്യവുമില്ല. ഒരു ലക്ഷ്യമില്ലാതെ ഇന്നലെ 4ാം ക്ലാസ്സിൽ 4 വട്ടം തോറ്റ പാത്തുമായിട്ടാണ് ഞാൻ നടന്നത്. അപ്പോൾ നമ്മുടെ നാഷണൽ അവാർഡ് കിട്ടിയിട്ടുള്ള മിന്നാമിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമ 24-25 ദിവസം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു. അപ്പോൾ നോട്ട് നിരോധനമൊക്കെ വന്നപ്പോൾ പ്രൊഡ്യൂസർ മാറി, കയ്യിൽ കാശില്ല, അവിടെയും ദാരിദ്ര്യവും പട്ടിണിയും കഷ്ടപ്പാടും. സിനിമയിൽ അഭിനയിക്കുന്ന ക്യാരക്ടറിന് നട്ടുകരയൊക്കെ ഭക്ഷണം കഴിച്ച് നിങ്ങൾ ആ രാത്രി ആ സാരി പിടിച്ച് നടന്നു പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. 12:30 മണിക്ക് തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ ഇട്ടിട്ട് അവരൊരു ജീപ്പിനുള്ളിൽ ക്യാമറ വെച്ചിട്ട് നടന്നോ എന്ന് പറഞ്ഞതാണ് എന്നോട്. അങ്ങനെ ആ ഒരു നടത്തത്തിൽ തന്നെയാണ് ഇപ്പോഴും നമ്മളുള്ളത്. നമ്മുടെ യാത്രയാണ് ആക്ടർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ഒരു സീനിൽ തുടങ്ങി, പിന്നെ ഒരു പേരുള്ള കഥാപാത്രത്തിലേക്ക് എത്തി, അവിടുന്ന് ഒരു 2-3 സീനിലുള്ള ഒരു ക്യാരക്ടറിലേക്ക് എത്തി, പിന്നെ ഒരു മുഴുനീള ചിത്രത്തിൽ അങ്ങനെയുള്ള സ്റ്റെപ്പ് ബൈ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഒരു ലിഫ്റ്റൊന്നും ഞങ്ങൾ അവതരിപ്പിക്കുന്ന പുതുമുഖ നായിക എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുള്ള ഒരാളല്ല
അതുകൊണ്ട് തന്നെ ആടി ആടിയേ ആട്ടം വരും, പാടി പാടിയേ പാട്ട് വരും. താങ്ക് യു. നിങ്ങൾ പ്രാർത്ഥന എന്തുണ്ടാവണം? ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ട് അത് 3D കണ്ടിട്ട് വിളിക്കണം. താങ്ക് യു വെരി മച്ച്. നേരിട്ട് വിളിച്ചാൽ വരും അല്ലേ? അല്ലേ പറ, ഞാൻ നേരിട്ട് വിളിച്ചാൽ വരില്ലേ? എല്ലാവരും വരില്ലെന്ന് ഓർമ്മ. നേരിട്ട് വിളിച്ചാൽ എല്ലാവരും വരുമോ? 10 പറഞ്ഞോളൂ. വന്നു. ഇഷ്ടപ്പെട്ടു അല്ലേ? അടിപൊളി. പവർ പോയിന്റ് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. അടിപൊളിയായിരുന്നു. എത്ര സമയമാണ് തുടങ്ങിയത്? ഒരു ദിവസം. അടിപൊളി. താങ്ക് യു ഷാൻ. And thank you very much, Little Chori, for your presence. And we are moving on to the നമ്മൾ ഇനി വൈൻഡപ്പിലേക്ക് കടക്കാണ്. And before that, Chori, രണ്ട് വാക്ക്. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങൾ ഒരുപാട് തിരക്കുകളുള്ള ആളുകളാണെന്നുള്ളല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു ദിവസം എങ്ങനെ വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിൽ കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാറ്റിവെച്ചത് ഒരുപാട് നന്ദി. ഇവിടെ വന്നതിന് നന്ദി. ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് നന്ദി. താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ ഇങ്ങനൊരു പരിപാടി ഇതും ഈ ജില്ലയിലെയും റിയാദിലെയും ഒക്കെ ഈ ഞങ്ങളുടെ ഒരു പ്രീ റിലീസ് ഇവൻറ്റ്സ് നല്ല ഭംഗിയായിട്ട് ഇവിടെ നടത്തി ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ലുലു ഗ്രൂപ്പിനും നീ ഫ്രണ്ടിനും എല്ലാവർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഇവിടെ വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ഒരുപാട് സന്തോഷം. എല്ലാവർക്കും സന്തോഷവും സമൃദ്ധിയും സമാധാനവും ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ. നന്ദി. മലയാളികൾ എനിക്ക് തന്നിട്ടുള്ള സ്നേഹം ചെറുതൊന്നുമല്ല. അതെന്നും ഒരു നടി എന്ന നിലയിൽ, വ്യക്തി എന്ന നിലയിൽ ഞാൻ നിങ്ങളെ നെഞ്ചോട് ചേർക്കുന്നു. ഒരു കലാകാരി എന്ന നിലയിൽ എന്നും നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നും എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങളെല്ലാവരും കണ്ട് വിജയിപ്പിക്കുക. അതുപോലെ തന്നെ ഇന്നിവിടെ ലുലു ഗ്രൂപ്പും മറ്റ് സ്പോൺസേഴ്സും മീ ഫ്രണ്ടും അതുപോലെ ഹിലാഗ്രോ ഞങ്ങൾ അവരൊക്കെ ഉണ്ടായിട്ടാണ് ഇവിടെ വന്ന്. സൊറാക്കത്താണോ അത്? അല്ലല്ലേ? ഞാൻ സൊറാക്കത്തില്ല, അത് ഒന്ന് സൊറയാക്കാനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സൊറ പറഞ്ഞിരിക്കുന്ന ഈ ഒരു സമയം Good night. Happy Olam.